വളരെ നേരത്തെ തന്നെ ഇതിനോടുള്ള നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ജമായത്തും SDPIയും UDFന്റെ പക്ഷത്താണ്. അത് പരസ്യമായി അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതിന് ആദ്യത്തെ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് SDPI ആണ്. ഇതിനെക്കുറിച്ചൊന്നും UDF ഒരു തരത്തിലുള്ള പ്രതികരണവും പറഞ്ഞിട്ടില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന RSS സംഘപരിവാർ ശക്തികൾ അവർ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. SDPIയും ജമായത്തും മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് വർഗീയതയാണ്. ഈ വർഗീയമായ നിലപാടിനോടൊപ്പമാണ് ഇവിടെ UDF കുറെ കാലമായി അവരുടെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. മതനിരപേക്ഷമായ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ വർഗീയ ശക്തികളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ജമായത്തും SDPIയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരാണ് ഇവരെ മുന്നണിക്കകത്ത് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. ആ നിലപാട് അവർ തുടരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജമായത്ത് അപ്പുറത്ത് പിന്തുണ കൊടുത്ത് പ്രഖ്യാപനം നടത്തിയതിൽ ഒരു അത്ഭുതത്തിനും വഴി നൽകുന്നില്ല. നേരത്തെ തന്നെ അവരെടുത്ത നിലപാടാണ്. UDFൽ സജീവമായി ഉറച്ചു നിൽക്കുക എന്ന സമീപനമാണ് ജമായത്ത് കുറെ കാലമായിട്ട് സ്വീകരിച്ചത്. നമ്മൾ എടുക്കുന്ന നിലപാട് അവർ സ്വീകരിക്കുന്ന സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഇന്ന് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ജമായത്തെ ഇസ്ലാമിയും SDPIയും ഒരു പ്രത്യേക തരം നിലപാടെടുക്കുന്നു. അവര് മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, അതിന് തർക്കമില്ല. ആ നിലപാടിൽ അവർ മാറിയിട്ടില്ലല്ലോ. മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരോട് ആർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പില്ല. മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് വർഗീയമാണ്. അതിനെ വിശദീകരിക്കേണ്ടതാണോ? അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ പരിശോധിച്ചതാണ്. ജമായത്തും SDPI എടുക്കുന്ന നിലപാടാണ് PDP സ്വീകരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് പറയാം. എനിക്കറിയില്ല, നമുക്കറിയില്ല. അതൊരു വസ്തുതയല്ലേ? പീഡിപ്പിക്കുന്ന ഒരു വിഭാഗമല്ലേ, പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമല്ലേ അവർ? അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. PDP ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. അത് അവരുടെ നിലപാടാണ്. അവരങ്ങനെ പറഞ്ഞിട്ട് പത്രത്തിൽ ഞാനും വായിച്ചു. അത് അവരുടെ നിലപാട്. വേറെ ബന്ധങ്ങളോ വേറെ നിലപാടുകളോ ഒന്നും ഞങ്ങളൊന്നും. ശരി, എന്താണ് വ്യത്യാസമുള്ളത് ഇതുമായിട്ട്, ഈ സംഘടനകളുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ പരിശോധിച്ചിട്ട് പറ. PDPക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ PDP ജമാഅത്ത് ഇസ്ലാമി പോലുള്ള നിലപാടാണോ, അല്ലെങ്കിൽ SDPIക്ക് സമാനമായ നിലപാടാണോ PDP സ്വീകരിക്കുന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ട് പറ. PDPയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ലല്ലോ. PDPയുടെ നേതാവ് ജയിലിൽ കിടക്കുന്നത് എന്തിനാണെന്ന് PDP അത് പറയട്ടെ. അത് ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ ഇവിടെ കണ്ടുവരുന്ന വേറൊരു പ്രവണത അത് നിങ്ങൾക്ക് പരിശോധിച്ചാലും അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയത്തിലേക്ക് പോകുന്നു എന്ന നില വരുമ്പോൾ പലരും ഈ മുന്നണിയെ പിന്തുണച്ചുകൊണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട്. അത് അവരുടെ മാത്രം കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന് ആ നിലയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ സമീപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. നിലമ്പൂരിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലും എടുക്കുന്ന സമീപനമാണ്. അതാണ് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് PDP അങ്ങനെ നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ്, അവരുടെ സമീപനമാണ്. അല്ല, ആ പിന്തുണ അവരിപ്പോ വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ വോട്ട് ചെയ്തോ എന്നുള്ളത് ആരൊക്കെ എങ്ങനെയാ വോട്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ലല്ലോ. പൊളിറ്റിക്കൽ നിലപാടാണ് പ്രശ്നം, രാഷ്ട്രീയ നിലപാട് ആണ് പ്രശ്നം. എന്താണ് വ്യത്യാസമുള്ളത് ഇതുമായിട്ട്, ഈ സംഘടനകളുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ പരിശോധിച്ചിട്ട് പറ. PDPക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ PDP ജമാഅത്ത് ഇസ്ലാമി പോലുള്ള നിലപാടാണോ, അല്ലെങ്കിൽ SDPIക്ക് സമാനമായ നിലപാടാണോ PDP സ്വീകരിക്കുന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ട് പറ. PDPയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ലല്ലോ. PDPയുടെ നേതാവ് ജയിലിൽ കിടക്കുന്നത് എന്തിനാണെന്ന് PDP അത് പറയട്ടെ. അത് ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ ഇവിടെ കണ്ടുവരുന്ന വേറൊരു പ്രവണത അത് നിങ്ങൾക്ക് പരിശോധിച്ചാലും അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയത്തിലേക്ക് പോകുന്നു എന്ന നില വരുമ്പോൾ പലരും ഈ മുന്നണിയെ പിന്തുണച്ചുകൊണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട്.
അത് അവരുടെ മാത്രം കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന് ആ നിലയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ സമീപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. നിലമ്പൂരിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലും എടുക്കുന്ന സമീപനമാണ്. അതാണ് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് PDP അങ്ങനെ നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ്, അവരുടെ സമീപനമാണ്. അല്ല, ആ പിന്തുണ അവരിപ്പോ വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ വോട്ട് ചെയ്തോ എന്നുള്ളത് ആരൊക്കെ എങ്ങനെയാ വോട്ട് ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. പൊളിറ്റിക്കൽ നിലപാടാണ് പ്രശ്നം, രാഷ്ട്രീയ നിലപാട് ആണ് പ്രശ്നം. രാഷ്ട്രീയ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ഇവിടെ വൻതോതിൽ വിജയം കൈവരിക്കും എന്ന ഒരു നിലയിലേക്ക് വരുമ്പോൾ പങ്കും ഇതിന് പിന്തുണയ്ക്കുന്നുണ്ടാവാം. അത് പിന്തുണച്ചോട്ടെ, വ്യക്തികൾ പിന്തുണയ്ക്കില്ല. അതൊക്കെ സാധാരണ നിലയിൽ അവരെടുക്കുന്ന നിലപാടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൽ പ്രത്യേക റോളില്ല, പ്രത്യേക പങ്കില്ല. നേരത്തെ പറഞ്ഞതല്ലേ, നേരത്തെ CPM-ന്റെ കൂടെ LDF-ന്റെ കൂടെ വെൽഫെയർ പാർട്ടി നിൽക്കുന്നതാണ് നല്ലത്, അല്ലാത്തപ്പോൾ അവരെ തീവ്രവാദികളാക്കുന്ന നിലപാടാണ് LDF കൈക്കൊള്ളുന്നത്. രാവിലെ ഉച്ച